വിപിൻ, അറിയേണ്ടത് അൻവറിന്റെ തുടർ നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായ സമയമെടുത്ത് എന്താണ് തന്റെ രാഷ്ട്രീയ നിലപാട് എന്ന് വ്യക്തമാക്കുകയും ഒപ്പം തന്നെ UDF പ്രവേശത്തെ സംബന്ധിച്ച് തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയുകയും ചെയ്തു. പക്ഷെ അതിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ നിഴലിച്ചു നിന്നൊരു കാര്യം VD സതീശനെ കൃത്യമായി ഉന്നം വെച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. അതേസമയം K സുധാകരൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല ഇവരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അവരെല്ലാം തനിക്ക് പിന്തുണയുമായി ഉണ്ട്, നിരവധി തവണ താനുമായി സംസാരിച്ചു. പക്ഷേ VD സതീശൻ അങ്ങനെയല്ല തന്നെ ചെയ്തത്, തന്നെ പൊതുമധ്യത്തിലേക്ക് അപഹാസ്യനാക്കി മാറ്റി എന്നൊക്കെയുള്ള വളരെ തുറന്നടിച്ച പ്രതികരണങ്ങളാണ് നടത്തിയത്. അപ്പോൾ എന്താണ് ഇനി അൻവർ ഉദ്ദേശിക്കുന്നത്? ഇനിയുള്ള തീരുമാനങ്ങളെല്ലാം ജനങ്ങൾക്ക് വിട്ടു നൽകുന്നു, ഒപ്പം തന്നെ തന്റെ ആകെയുള്ള പ്രതീക്ഷ KC വേണുഗോപാലാണെന്നൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം അൻവർ അവസാനിപ്പിച്ചത്. അപ്പോൾ തുടർന്നുള്ള നീക്കങ്ങൾ എന്താണ് എന്നതിൽ ആകാംക്ഷയുണ്ട് വിപിൻ. രജനി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന്റെ ഒരു കരുത്ത്, ശക്തി, അതൊക്കെ ഇടതുപക്ഷത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാവുമോ തുടങ്ങിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അത് UDF-ൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു. UDF-ൽ കറങ്ങുകയാണ് ആ വിഷയം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിരോധാഭാസം എന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഇത് UDF-ൽ ഒരു ഭിന്നതയ്ക്ക് കാരണമായി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ K സുധാകരൻ, രമേശ് ചെന്നിത്തല എന്നിവരൊക്കെ PV അൻവറിനെ ഘടകകക്ഷി തന്നെ ആക്കണം എന്നുള്ള ഒരു തീരുമാനം പറയുകയും നിരന്തരമായി ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ഇപ്പോൾ സണ്ണി ജോസഫ്, അതുപോലെ തന്നെ VD സതീശൻ തുടങ്ങിയവർ ഇതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു. അൻവർ ആദ്യം സഹകരണം പറയട്ടെ എന്നുള്ള നിലപാടും എടുക്കുന്നു. അങ്ങനെ ഇത് കോൺഗ്രസിൽ ഒരു ഭിന്നതയ്ക്ക് കാരണമാകുന്നു. മുസ്ലിം ലീഗും PV അൻവറിനെ സഹകരിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് നിൽക്കുന്നത്. അത്തരത്തിലുള്ളൊരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വളർച്ചയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ K സുധാകരൻ പറയുന്നുണ്ട് ഇനി VD സതീശനുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കുമെന്നുള്ളത്. അപ്പോൾ ഇനി എത്രത്തോളം ചേർന്ന് പോകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ PV അൻവറിന്റെ ക്യാമ്പിനും സംശയം വന്ന ഉടൻ തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും ഇനി KC വേണുഗോപാലിൽ മാത്രമാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സഹകരിച്ച് പോകണമെന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ അതേക്കുറിച്ച് അറിയില്ല. ഇനി ചർച്ച നടക്കട്ടെ എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് രാത്രിയോടുകൂടി തന്നെ തിരിച്ചു പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ളിൽ തന്നെ PV അൻവറുമായി എവിടെയെങ്കിലും ഒരു കൂടിക്കാഴ്ചയുണ്ടോ അതോ ഫോണിലൂടെ വിളിച്ച് അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ്. 2 ദിവസത്തിനകം ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കും. അങ്ങനെയാണെങ്കിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം നിലമ്പൂരിലേക്ക് വരികയും അതൊരു വലിയ ജനങ്ങളോട് രാഷ്ട്രീയം പറയുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ഇന്നത്തെ PV അൻവറിന്റെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ആ 2 ദിവസത്തിനകത്ത് KC വേണുഗോപാലുമായി എത്രത്തോളം ചർച്ച നടക്കുമെന്നുള്ളത് ഇനി കണ്ടറിയേണ്ട വിഷയമാണ്. മുസ്ലിം ലീഗ് എന്തായാലും ഇപ്പോഴും ആ ഒരു സമവായ ചർച്ചകൾക്ക് ഒരു ഇടനിലയിൽ നിൽക്കുന്നു എന്നുള്ളതും ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ മുഴുവനായും എല്ലാ അമ്പുകളും അത് പ്രതിപക്ഷ നേതാവിലേക്കായിരുന്നു. കാരണം ഏകദേശം 5 മാസമായി തൃണമൂൽ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ട് ആ കത്ത് പലതവണ പരിശോധിച്ചതാണ്. അങ്ങനെ കഴിഞ്ഞ UDF-ന്റെ നേതൃയോഗം ചേർന്ന സമയത്ത് അതിനെ ചുമതലപ്പെടുത്തിയത് VD സതീശനെ ആയിരുന്നു ഇടനിലയിൽ നിന്ന് സംസാരിക്കാൻ. അങ്ങനെ സംസാരിക്കുകയും ചെയ്തു. മെയ് 15-ാം തീയതിയാണ് സംസാരിച്ചത്. അതിൽ മുന്നണിയിൽ എടുക്കാമെന്നൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അസോസിയേറ്റ് ഘടകമാക്കാം എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞില്ല, അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് അറിയില്ല എന്നുള്ളത് കൂടി PV അൻവർ പറയുന്നുണ്ട്. അങ്ങനെയാണ് തനിക്ക് വസ്ത്രാക്ഷേപം നടത്തി ഇപ്പോൾ റോട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ചെളി വാരി എറിയുന്ന പ്രസ്താവനയാണ് ഇന്നലെ നടത്തിയത്. ഇനിയല്ല അൻവർ തീരുമാനിക്കട്ടെ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചുങ്കത്തറ പഞ്ചായത്തിന്റെ ഭരണം UDF-ന് കൊടുത്തതടക്കമുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. അപ്പോൾ മുന്നണിയുടെ ഭാഗമാകാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് PV അൻവർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇനി അതിനെത്രത്തോളം ഈ കോൺഗ്രസ് നേതൃത്വം അത് സഹകരിക്കും എന്നുള്ളത് കൂടിയാണ് അറിയേണ്ടത്. ഒപ്പം ഈ ഒരു 3-4 ദിവസത്തെ ചർച്ചയുടെ ഒരു ഫലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മൂപ്പിളമ തർക്കം നമുക്ക് കാണാം. ആദ്യം അൻവർ സഹകരിക്കട്ടെ എന്നുള്ളതും ആദ്യം UDF മുന്നണിയുടെ ഭാഗമാക്കട്ടെ എന്നുള്ള ഈ 2 പക്ഷം നമുക്ക് എല്ലാ സ്ഥലത്തും കാണാനും സാധിക്കുന്നുണ്ട്. പ്രജിത്ത്. യെസ് വിപിൻ, എന്തായാലും 3 ആഴ്ച മാത്രമാണ് ഇനി വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. ആ സമയത്താണ് കോൺഗ്രസിനെയും UDF-നെയും വലിയ പ്രതിരോധത്തിലാക്കി അൻവർ വിഷയം വീണ്ടും നിലമ്പൂരിൽ കത്തിപ്പടരുന്നത്.